അകന്നുനിന്ന പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ കൂടെ കൂട്ടി രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് അധികാർ യാത്രയുടെ ഉജ്ജ്വല സമാപനം നടന്നിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. ഓഗസ്റ്റ് 17-ന് തുടങ്ങി 16 ദിവസം നീണ്ട യാത്ര ബീഹാറിലെ 25 ജില്ലകളിലൂടെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 1300 കിലോമീറ്റർ സഞ്ചരിച്ച ബീഹാർ ജനതയെ ചേർത്തുപിടിച്ച യാത്രയായിരുന്നു. ബീഹാറിലെ വോട്ടപ്പട്ടികയിൽ നിന്നും തീവ്ര പുനഃപരിശോധനയിൽ പുറത്താകുന്ന ലക്ഷ്യങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള യാത്ര ജനങ്ങളിലും സഖ്യകക്ഷികളിലും ഉണർത്തിയ ആത്മവിശ്വാസം ചെറുതല്ല. ബീഹാറിലെ മണ്ണിനെക്കുറിച്ച്, ബീഹാറിന്റെ മതനിരപേക്ഷ നിലപാടുകളെക്കുറിച്ച് നേതാക്കൾ വാചാലരായതും യാത്രയിൽ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഭരിക്കുന്ന JDU-വിനും BJP-ക്കും കേരളത്തിൽ നിന്നൊരു ആയുധം നൽകൽ. BD-യും ബീഹാറും ബിയിൽ തുടങ്ങുന്നു, അതിനെ ഇനി പാപമായി കണക്കാക്കാനാകില്ല എന്ന എക്സ്പോസ് GST നിരക്കിൽ BD-ക്കുള്ള കുറവിനെ പരിഹസിച്ചായിരുന്നു. പക്ഷേ അത് ബീഹാർ ജനതയെ അപമാനിക്കുന്നതെന്ന് രാഹുലിനൊപ്പം ഉടനീളം സഞ്ചരിച്ച തേജസ്വി യാദവിനും പറയേണ്ടി വന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ നിലപാടുയർത്തി മുന്നോട്ടു പോകുമ്പോൾ തലകുനിപ്പിക്കാനുള്ള നടപടികൾ ഇങ്ങ് കേരളത്തിൽ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ BD വിവാദം. BD-യും ബീഹാറും മാത്രമല്ല, ബൽറാമും ബിയിലാണ് തുടങ്ങുന്നത്. ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്നും ബൽറാം ഒഴിയുമ്പോൾ BD പോസ്റ്റ് ആരുടെ തലയിൽ ഉദിച്ചത് എന്ന് അറിയണ്ടേ? പുകഞ്ഞു പുറത്തോ എന്നതാണ് ചോദ്യം.